ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കിന്ന് തട്ടുകട സ്റ്റൈലിലുള്ള നല്ല കുറുകിയ ഒരു ബീഫ് കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും, നന്നായിട്ട് അരഞ്ഞു പോകണ്ട. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമേ. 2 സവാള മതിയാവും. ഒരുപാട് സവാള ആകുമ്പോൾ ഈ കറിയിൽ ചെറിയൊരു മധുരം ഫീലാവും. അതുകൊണ്ട് 2 സവാള മാത്രം മതിയാവും. എന്നിട്ട് ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കണം. അതിനെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അതും കൂടെ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ കഷ്ണങ്ങൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. മാത്രമല്ല കഷ്ണം നന്നായിട്ടൊന്ന് കുറുകി കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫല്ല, പോത്താണ് എടുത്തിട്ടുള്ളത്. ആ പോത്തിൻ്റെ കഷ്ണം എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിനെയും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡറാണേ. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളർ കിട്ടും, എരിവ് അത്ര ഉണ്ടാവില്ല. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല നമുക്ക് കുറവാണെങ്കിൽ ഇത് വറ്റിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1.5 സ്പൂൺ ഗരം മസാലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ബീഫിന് നന്നായിട്ട് ചേരും. ബീഫിൻ്റെ കറിക്ക് ഒത്തിരി കൂടെ ടേസ്റ്റ് കിട്ടാൻ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ചേരും. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിനെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ട് യോജിപ്പിച്ച് നല്ല മിക്സ് ചെയ്ത് അതിനകത്ത് കിടക്കുന്ന സവാള എല്ലാം നല്ല പൊടിഞ്ഞ് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് നമുക്കത് വേഗം വയ്ക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ബീഫിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. എന്നാലും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കുക്കർ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആദ്യത്തെ ഒരു വിസിലിന് തീ നല്ല കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ 3 വിസിൽ തീ കുറച്ച് വെക്കണം. എന്നിട്ടൊരു പാൻ എടുത്ത് വെച്ച് കടുക് വറുക്കുക. അതിലേക്ക് വറ്റൽമുളകൊക്കെ ഇട്ടതിന് ശേഷം കറിവേപ്പില എൻ്റെ വീട്ടിലുള്ളതുകൊണ്ടാണെന്നറിയില്ല, ഞാൻ ആവശ്യത്തിലധികവും കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട്. അതിനുശേഷം നമ്മുടെ സവാള ഒന്ന് വരട്ടിയെടുക്കണം. സവാളയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തക്കാളി നന്നായിട്ട് വെന്തലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബീഫിൻ്റെ കഷ്ണങ്ങളും ആ ചാറും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങില്ലേ, അത് നല്ല വെന്ത് കിടക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് കിടന്ന് വെന്ത് നല്ല അലിഞ്ഞോളും. ഇപ്പോൾ ഇതാ കറിയും ഏകദേശം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നല്ല വെന്ത് കുഴഞ്ഞ കപ്പയുടെ മണ്ടയിൽ ഈ ബീഫ് ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്